പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയോട് ദേവയാനി പറയുന്നുണ്ടായിരുന്നല്ലോ, ഇനി വരുന്നതാണ് ശരിക്കുള്ള മരുമകൾ, അവളുടെ പാദസേവ ചെയ്യലാണ് നിന്റെ ചേച്ചിയുടെയൊക്കെ ജോലി എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കഴുത്തിൽ ഒരു താലിയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കഴുത്തിൽ ഒരു താലിയുണ്ട്. അപ്പോൾ അങ്ങനെ താലി ഞങ്ങളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഈ വീട്ടിലെ മരുമകൾ തന്നെയാണെന്ന് പറയും. ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അത് പൊട്ടിച്ചെറിയാൻ വലിയ താമസമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ പലതവണ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്, അപ്പോഴും എൻ്റെ കഴുത്തിൽ ഈ താലി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിടാം, പക്ഷേ എൻ്റെ കഴുത്തിൽ താലി പൊട്ടിക്കാനുള്ളതൊന്നും അമ്മയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന സമയത്ത് ദേവേനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഭീഷണിയാണോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പോൾ അധികാരം സ്ഥാപിക്കാനൊക്കെ തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നയനിയാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒന്നിനും വരുന്നില്ല, ഞാൻ അധികാരം സ്ഥാപിക്കാനൊന്നും നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവേനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ എന്തായാലും മുഖം മറച്ചല്ലേ ഇങ്ങോട്ട് വന്നത്, ഇനി വരുന്ന മരുമകളെ കണ്ടു പഠിക്ക് എങ്ങനെയാണ് വീട്ടിലേക്ക് കയറി വരുന്നതെന്നുള്ളത്. അപ്പം നീ എന്തായാലും മുഖം മറച്ചത് നിന്റെ ജീവിതകാലം മുഴുവൻ ആ മുഖം മറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, എന്തായാലും ഞാൻ നിന്നെ അംഗീകരിക്കാനൊന്നും പോണില്ല എന്നൊക്കെ ദേഷ്യത്തോടുകൂടി പറയാണ് കേട്ടോ. നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പിടിച്ചു നിൽക്കാവുന്നിടത്തോളം കാലം ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നു പറഞ്ഞിട്ട് നയന അങ്ങ് പോകുന്നുണ്ടായിരുന്നു. നയന പോകുമ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മോശമാണ്, അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുമെന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ടായിരുന്നു, ഇറങ്ങി പോട്ടടാന്ന്. ഒരു തവണ പോയപ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായതല്ലേ, ഞാൻ മാത്രമല്ലല്ലോ, അവൾ തിരിച്ചു വരണമെന്ന് അമ്മയെ ആഗ്രഹിച്ചില്ലേ എന്ന് പറയുമ്പോൾ ആരെ ആഗ്രഹിച്ചു എന്ന് പറയുന്നത്, നീ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയട്ടോ. എന്നിട്ട് അമ്മ ഇവിടുത്തെ ജോലിയൊക്കെ എടുത്ത് ആകെ തലവേദനയൊക്കെ ആയി കിടന്നല്ലേ എന്ന് പറയുമ്പോൾ, അത് ചെയ്യാത്ത ജോലി ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഇതേ എനിക്കുണ്ടായിരുന്നുള്ളൂ, അത് അങ്ങ് മാറിക്കോളും എന്നുള്ളതിലാണ് കേട്ടോ ദേവയാനി സംസാരിക്കുന്നത്. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ ദേവേനിക്ക് അത് ഇഷ്ടമാവുന്നില്ല. ദേവേനി ചോദിക്കുന്നുണ്ടായിരുന്നു, ഓ ഭാര്യയായിട്ടൊക്കെ അംഗീകരിച്ച് തുടങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ അവളുടെ സ്ഥാനത്ത് മറ്റു വല്ല പെൺകുട്ടികളാണെന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് അമ്മയ്ക്ക് അറിയാലോ, അമ്മ മുത്തശ്ശിൻ്റെ കാര്യം കൂടെ ഓർക്കണം, ഇങ്ങനെ മുത്തശ്ശിന് അവളിവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന് അമ്മയ്ക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ക്ഷമിക്കുന്നതെന്ന് ദേവേനിയും പറയാണ്. പിന്നീട് അതുപോലെ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവൾ നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ കമ്പനിക്കും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അമ്മ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ദേവേനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പണിയെടുത്ത് നടുവൊടിയും എന്നിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താടാ കല്യാണമായിട്ട് നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും കല്യാണം വിളിക്കാൻ പോകുന്നില്ലേ, അതുപോലെ തന്നെ ചെറിയമ്മയും ചെറിയച്ഛനൊക്കെ എന്നും കല്യാണം വിളിക്കാൻ പോകുന്നുണ്ടല്ലോ, എന്നിട്ട് അവരുടെ കൂടെയും പോകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഒന്നിനും ഒരു താല്പര്യമില്ല എന്നൊക്കെ പറയാനുണ്ടോ. പിന്നീട് അനിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ പെൺകുട്ടി ആരാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ ആരാണെങ്കിലും എന്നോട് പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, ഇനിയിപ്പോൾ എന്തായാലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാനൊന്നും ഞാൻ പോകണില്ല, കല്യാണമൊക്കെ ഇങ്ങ് അടുത്തില്ലേ, അതുകൊണ്ട് അത് അംഗീകരിക്കാനൊന്നും പോകണില്ല എന്ന് അതിൻ്റെ കൂടെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അനിയും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, അത് നടക്കാനൊന്നും പോകണില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അത് വൺ വേ പ്രണയമായിരുന്നു എന്ന് ചോദിക്കട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കും, അല്ല നിനക്ക് മാത്രമേ ആ കുട്ടീനോട് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ, അതോ തിരിച്ച് ഇങ്ങോട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്കും അത് പിന്നീടാണ് മനസ്സിലായത്, അവൾക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്നാൽ അവളെ ഒന്ന് കാണണമല്ലോ, അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോനെ ഇഷ്ടപ്പെടാത്ത ആ മഹാറാണി ആരാണെന്ന് അറിയണമല്ലോ എന്ന് പറയും കേട്ടോ. എന്തായാലും പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാര്യം തന്നെ നോക്ക്, കല്യാണത്തിന് മുന്നേ ഞാൻ സ്നേഹിച്ചത് നവ്യനെയല്ലേ, പക്ഷെ നടന്നത് എന്താ, അപ്പോൾ കല്യാണത്തിന് മുന്നേ നമുക്ക് ആരെയും മനസ്സിലാക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ നവ്യയുടെ സ്വഭാവം തന്നെ വെച്ച് നോക്ക്, പലപ്പോഴും പല സ്വഭാവമാണ്, അപ്പോൾ അതൊന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവില്ല, എൻ്റെ സ്വഭാവത്തിനോട് യോജിക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അനിയും പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഏട്ടന് പറ്റിയ ഒരാൾ തന്നെയല്ലേ കിട്ടിയത്, ഏട്ടത്തിയുടെ മൂല്യം എപ്പോഴും ഏട്ടന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ പഴയ പോലെയൊന്നുമല്ല, ഞങ്ങളിപ്പോൾ ഇങ്ങനെ വഴക്കൊന്നുമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത്, വഴക്ക് നിങ്ങളിപ്പോഴും ബെഡ്റൂമിൽ വഴക്ക് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അനി പറയുമ്പോൾ, അങ്ങനെയൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശാണെങ്കിലും. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും സ്നേഹത്തിൻ്റെ അടയാളമാണല്ലോ ഒരു കുഞ്ഞ്, എന്നിട്ട് എന്താ നിങ്ങൾക്ക് ഇടയിൽ അതില്ലാത്തതെന്ന് പറയുമ്പോൾ ആദർശ് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, അത് അവൾക്ക് ഇപ്പോൾ പ്രസവിക്കാനോ ഒരു കുഞ്ഞിനെ നോക്കാനൊന്നും താല്പര്യമില്ല എന്നാണ് പറയുന്നതെന്ന്. അതുപോലെ തന്നെ ആദർശ് അനിയനോട് പറയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഏട്ടത്തി പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. നേരെ നയനയുടെ അടുത്തേക്കാണ് പോകുന്നത്. അനിയാണെങ്കിലോ ആദ്യം തന്നെ നയനയോട് ചോദിക്കുന്നത്, നന്ദു അനിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ആദർശിനോട് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ഏട്ടനോട് എന്തെങ്കിലും ഏട്ടത്തി പറഞ്ഞായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇല്ല എന്ന് പറയും. അല്ല, ഏട്ടൻ്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും ഏട്ടത്തി പറഞ്ഞ പോലെ എനിക്ക് തോന്നി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അനിയുടെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് മാത്രമേ ആദർശേട്ടനെ അറിയുള്ളൂ, അല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെയാണോ എന്ന് പറയും. പിന്നീട് എന്നാൽ പിന്നെ അത് വിട്, ഏട്ടത്തിക്ക് എന്താ കുട്ടികളെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കൂ കേട്ടോ.
കുട്ടികളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അപ്പോൾ വലിയ കുട്ടികളാണോ ചെറിയ കുട്ടികളാണോ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അതുപോലെ തന്നെ നയന പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് ഏട്ടൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആദർശ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അനിയുടെ കല്യാണം കഴിഞ്ഞ് അനാമികയും അതുപോലെ തന്നെ അനിയും കൂടെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ഇങ്ങനെ അതിന് ഞങ്ങൾക്ക് താലോലിക്കുകയൊക്കെ ചെയ്യാലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നയന പറയുന്ന സമയത്ത് അനി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു അച്ഛനൊന്നും ആവണ്ടെന്ന് പറയും കേട്ടോ. അനി അങ്ങനെ പറയുന്ന സമയത്ത് നയന അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ പെട്ടെന്ന് അച്ഛനായിട്ടുണ്ടെങ്കിൽ പക്വത വരും എന്ന് വിചാരിച്ചിട്ടാണോ? ഇനിയിപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പക്വതയൊക്കെ വന്നോളും എന്നൊക്കെ നയന പറയാണ് കേട്ടോ. അതൊക്കെ സംസാരിച്ച് അനി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് നയന നേരെ ആദർശിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ആദർശ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചായ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുട്ടികളെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, കുട്ടികളെ കളിപ്പിക്കാനും താലോലിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുട്ടികളെ ദത്തെടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ദത്തെടുക്കാൻ പ്ലാനൊന്നുമില്ല, ആദർശേട്ടന് എന്താ കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എന്നിട്ട് ഞാനിതുവരെ ഒരു കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുന്നതും കളിപ്പിക്കുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനിവിടെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ചേച്ചിയുടെ കുഞ്ഞ് വരുമല്ലോ, ഞാൻ ആ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ആ കുഞ്ഞ് വരട്ടെ എന്നും ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അനി പറഞ്ഞ കാര്യം കൂടെ നയന പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അത് ഇങ്ങനെ ഏട്ടത്തിനോട് വന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ അനിയന്മാരെ ഏട്ടത്തിമാരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അനിയും തമ്മിൽ എല്ലാം സംസാരിക്കുമെന്ന് അറിയാലോ എന്ന് പറയുന്ന സമയത്ത് ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അത് ഇങ്ങനെ എനിക്ക് മാത്രമേ ആ കുട്ടീനോട് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ആ കുട്ടിക്ക് അനിയനോട് താല്പര്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ അനിയനെ ഇഷ്ടപ്പെടാത്ത അവളെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനന്തപുരിയിലെ കൊച്ചുമോനല്ലേ അനി, അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്നുള്ളതിലാണ് കേട്ടോ ഇങ്ങനെ ആദർശിച്ച് സംസാരിക്കുന്നത്. അപ്പം അതിന് പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി നല്ല കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പണവും പ്രശസ്തിയൊന്നും ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടല്ലേ അവൾ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരാത്തത്, അല്ലെങ്കിൽ അനിയുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്ന് ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ അനിയും ഞാനും ഇങ്ങനെ ചേട്ടനും അനിയനും മാത്രമായിരുന്നില്ല, ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ട് അനി ഇങ്ങനെ അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടീനെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ അവൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ നടത്തി കൊടുക്കുള്ളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശിനോട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമില്ല, അതുപോലെ തന്നെ മുത്തശ്ശനല്ലേ അവർക്ക് വാക്ക് കൊടുത്തത്, അതുകൊണ്ട് ഇനിയിപ്പോൾ അത് മാറ്റി പറയാനൊന്നും പറ്റില്ല എന്നും കൂടെ ആദർശ് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കാണെങ്കിലും ഇങ്ങനെ വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നൈനിയാണെങ്കിലും ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്ദുവാണ് അവൻ്റെ മനസ്സിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ അതുപോലെ തന്നെ അമ്മേനെയൊക്കെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, അതുകൊണ്ട് അത് ആരും അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നിങ്ങനെ ആദർശ് പോകുന്ന സമയത്ത് നയന മനസ്സിലിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അനീനെയാണെങ്കിലും അനാമിക വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീ തിരക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും അനാമികനോട് നിനക്ക് കല്യാണമായിട്ട് ഇങ്ങനെ തിരക്കൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു എനിക്ക് തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ കണ്ടേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, അപ്പം നമുക്ക് എന്നും കാണുന്ന റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് കണ്ടാലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി കാണാം അവിടെ വരാമെന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തിനാണ് അനാമികേനോട് പിണക്കം കാണിക്കുന്നത് എന്നുള്ള അതിൽ. പിന്നീട് നന്ദുവിൻ്റെ കാര്യം കൂടെ ഓർക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നന്ദു എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണോ കണ്ടത്, എന്നിട്ട് എനിക്ക് അവളുടെ പെരുമാറ്റം പലപ്പോഴും അങ്ങനെയല്ലല്ലോ തോന്നിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നന്ദും ഫ്രണ്ട്സും കൂടെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം നന്ദു അവരോട് സോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് അനിയുടെ കാര്യം പറഞ്ഞ് വഴക്കിട്ടേൽ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നന്ദുവിനാണെങ്കിൽ ഇങ്ങനെ അനിയന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അവർക്കറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴും നന്ദു പറയുന്നത് ഇങ്ങനെ അനിയനോട് എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇഷ്ടമൊന്നുമല്ല, ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം അതുപോലെ തന്നെ അനിയാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഇതായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വിഷമിച്ച് നടന്നതെന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സിന് അതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നീ അത് പുറത്ത് കാണിക്കാത്തതാണ്. അപ്പോൾ നിൻ്റെ 2 ചേച്ചിമാരും അനന്തപുരിയിലെ മരുമക്കളാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നീയും കൂടെ അവിടേക്ക് ചെല്ലണ്ടെന്ന് നിൻ്റെ അമ്മയോ അല്ലെങ്കിൽ നിൻ്റെ ചേച്ചിമാരോ ആരോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ
പിന്മാറിയത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അവർ ആ സംസാരമൊക്കെ അവിടെ വിടാം, ഇനി നമുക്ക് പഴയ പോലെ എന്നിങ്ങനെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് തുടക്കമായിട്ട് ഇന്ന് നമുക്ക് എന്നും പോകാറുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. പിന്നീട് അനിയും അനാമികയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം അനാമികയ്ക്കാണെങ്കിലും അനി വിളിച്ചപ്പോൾ തന്നെ വന്നപ്പോൾ വലിയ സന്തോഷമായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ കല്യാണം കഴിക്കാനുള്ള പക്വതയൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ മാറി നിന്നത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദുവും ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് വരുന്നത്. നന്ദു ആണെങ്കിൽ അനീനെ കണ്ടിട്ടുണ്ടാവില്ല. നന്ദുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ആരാ നോക്കിയെന്ന് പറഞ്ഞിട്ട് അനീനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അനിയാണെങ്കിലും നന്ദുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നന്ദുവിനും അനീനെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു സങ്കടമാവുന്നുണ്ട്. പിന്നീട് ആ സമയത്ത് അനാമയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദു ഇങ്ങനെ വിഷമിച്ച് എന്നാൽ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് അനീനെ വിളിച്ചിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കാനായിട്ട് വരികയാണ് കേട്ടോ. അനാമിക ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.